ഹലോ ശൈലജ മാം, വെൽക്കം ടു VMC മലയാളം. മാഡം എപ്പോഴാ ധ്യാനം ചെയ്യാൻ തുടങ്ങിയത്? എന്തൊക്കെ മാറ്റങ്ങളാ മാഡത്തിൽ ഉണ്ടായേ? ഉറക്കെ പറഞ്ഞോളൂ കേട്ടാ. പത്രിജിക്കും സീമാജിക്കും കുടുംബത്തിനും എല്ലാം എന്റെ ആത്മപ്രണാമം. താങ്ക് യു. പ്രകൃതി ശക്തിക്കും ഭഗവാനും എല്ലാം കോടി കോടി നന്ദി. യെസ്, പറയൂ. ധ്യാനം എപ്പോ തുടങ്ങി? ഞാൻ ധ്യാനം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഞാൻ മൊബൈൽ എപ്പോഴും ഉപയോഗിക്കും. അപ്പം യൂട്യൂബ് എടുക്കും. ആധ്യാത്മിക കാര്യങ്ങളാണ് കൂടുതലും ഞാൻ നോക്കുക. വേറെ അങ്ങനെ കൂടുതൽ അതാണ് ശ്രദ്ധിക്കുക. ഇപ്പം മക്കള് പറയാം, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലല്ലോ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാനിത് കണ്ടിന്യൂ പലപ്പോഴും സീമാജിയെ ഞാൻ അതിൽ കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ പറയുന്നത്, എന്തൊക്കെ ഈ പറയുന്നത്. വീണ്ടും ഞാൻ നോക്കുമ്പോഴെല്ലാം സീമാജി മാത്രം, എനിക്ക് കിട്ടുന്ന സീമാജിയെ മാത്രം. ശരി, എന്നാ ഒന്ന് കണ്ടു കളയാന്ന് വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ സുഭാഷ്ജിയെ വിളിച്ചു. നമ്പർ എടുത്തിട്ട് അദ്ദേഹം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു വെജിറ്റേറിയൻ ആവണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വെജിറ്റേറിയൻ ആണ്, ഞാൻ ജന്മനാൽ അങ്ങനെയാണ്. പിന്നെ സുഖമില്ലാത്തപ്പം കുറച്ച് മുട്ട കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പൂർണ്ണമായിട്ട് അതുമില്ല. പിന്നെ പരിപൂർണ അർഹത കിട്ടിയിരുന്ന അർത്ഥം. കൊച്ചിനെ പിന്നെ ആധ്യാത്മിക കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞ കാവ്യ ഉടുക്കുന്നതും രുദ്രാക്ഷം ധരിക്കുന്നതുമാണ് ശരിയായ ആധ്യാത്മികത എന്നാണ് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ പല പ്രാവശ്യവും അതിനായിട്ട് ഒരുങ്ങി. അതുകൊണ്ടായിരിക്കും എന്റെ വീഡിയോ പലപ്പോഴും കണ്ടപ്പോഴും നോക്കാൻ തോന്നിയില്ല. ആധ്യാത്മികതയിൽ എന്താ കാഷായോ ഇല്ല, രുദ്രാക്ഷോ ഇല്ലല്ലോ എന്റെ കയ്യിൽ. അതുകൊണ്ടാണ്. അപ്പൊ ഞാന് മക്കളും ഒക്കെ എപ്പോഴും വഴക്കുണ്ടാക്കും. 2 ആൺകുട്ടികളുണ്ട് എനിക്ക്. അപ്പൊ അവര് പറയും, അമ്മയ്ക്ക് എന്താ, എന്നെ അനുസരിക്കുന്ന മക്കളാണ് അവര്. എനിക്ക് ഈ ജന്മത്തെ കിട്ടിയ എന്റെ ഭാഗ്യവും എന്റെ മക്കളും എന്റെ ഭർത്താവുമാണ്. കാരണം ഞാൻ ഒരു പെറ്റമ്മയുടെ സ്നേഹം ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് മാഡത്തിന് ഒരുപാട് സ്നേഹം മക്കൾക്ക് കൊടുക്കാനായി. ഇത് ആനന്ദ കണ്ണീരാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓരോ നിമിഷവും ഞാൻ അങ്ങനെ ഒരു അമ്മയുടെ പൊന്നുമോളായതുകൊണ്ടല്ലേ ഈ ആധ്യാത്മികതയിലേക്ക് വന്ന് അമ്മ ഒരുപാട് സ്നേഹിച്ചെങ്കിൽ ഇവിടെ വരാൻ പറ്റുമോ? ഇപ്പോഴെനിക്ക് മനസ്സിലായി, അമ്മയല്ലല്ലോ തെറ്റുകാരി, ഞാനല്ലേ, ഞാൻ ചെയ്തതല്ലേ. പക്ഷെ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു, എന്റെ പപ്പ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചത്. ആ ഒരു സന്തോഷമേ ഉള്ളൂ എനിക്ക്. പക്ഷെ എന്നെ കല്യാണം കഴിച്ച 17 വയസ്സിൽ കെട്ടിച്ചതാ. നല്ലൊരു മനുഷ്യനാ എന്റെ ഭർത്താവ്. നല്ല 2 മക്കളെ ഭഗവാൻ തന്നു. അവരാണ് ഇന്ന് എന്നെ പൊന്നുപോലെ. വെരി ഗുഡ്. പിന്നൊരു കൊച്ചുമോളുണ്ട്, പിന്നൊരു മോൾ എനിക്ക് വന്നിട്ടുണ്ട്. അവൾ അതിലൊക്കെ മരുമോളാ? അരെ ബാബാ, ശൈലജമ്മയെ കിട്ടിയ ആ മരുമോൾ എത്ര പുണ്യവതി. നല്ല കുട്ടിയാണ് അവള്. അതെന്റെ വലിയ ഭാഗ്യമാ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മള് എല്ലാം ജീവിതം മതിയാക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ശരീരത്തിന് അസുഖം വന്ന് ഇതാവുന്നത്. പക്ഷെ എനിക്കതല്ല, ഞാൻ ജന്മനാലേ തന്നെ എനിക്ക് തോന്നുന്നു അസുഖമായിട്ട് ജനിച്ചതൊരാളാ. ശരി, എന്താ അസുഖമായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന അസുഖം എന്ന് പറയാൻ പറ്റില്ല. ശരീരത്തിന് യാതൊരു സുഖങ്ങളും ഇല്ലാത്തൊരാളാ. അപ്പം ഞാന് ആശുപത്രിയിൽ പോകുമ്പോ എനിക്ക് അസുഖമില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ എണ്ണീറ്റിരിക്കാൻ വയ്യ, കിടക്കുക. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി എനിക്കൊരു അമ്മയാണോ, അമ്മയാണെന്നോ, ഒരു അമ്മയുടെ സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചേച്ചി എനിക്ക് ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ്. അപ്പൊ ചേച്ചിക്ക് അറിയാം എന്റെ അവസ്ഥകളെല്ലാം. ഞാൻ അത്രമാത്രം എത്ര ഓപ്പറേഷൻ തന്നെ ശരീരത്തിൽ കഴിച്ചതാണെന്നറിയോ. പക്ഷെ അതും ഞാൻ ഈ അശുദ്ധമായിട്ട് വീട്ടിൽ കേട്ടതില്ല. അപ്പൊ ആ ഒരു തെറ്റ് ചെയ്തുകൊണ്ടാണ് എന്റെ യൂട്രസ് ഒരു കുഴപ്പവും ഇല്ലാഞ്ഞിട്ടും എടുത്ത് കളയേണ്ടി വന്നു. എന്റെ യൂട്രസ് എടുത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വീട്ടില് അശുദ്ധമായിട്ട് കേറത്തില്ല, ഈ നാശവിധം നിക്കണം, എപ്പോഴും എനിക്ക് ഇങ്ങനെ വയ്യ എന്നൊക്കെ പല പ്രാവശ്യം ശപിച്ച ഒരാളാണ് ഞാൻ. അതെ, ഈ മെൻസസ് ആവുന്നത് അശുദ്ധിയാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച തെറ്റ്. അതിപ്പോ ഒരു കുഴപ്പവുമില്ലാത്തൊരു യൂട്രസ് 5 വർഷം അതുകൊണ്ട് നടന്നു. ഞാൻ ഡോക്ടർമാരെല്ലാം പറയും ഒരു കുഴപ്പവുമില്ല, അത് എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അവസാനം ബ്ലീഡിങ് നിൽക്കാൻ പറ്റില്ലാതെ വന്ന ഒരവസരത്തിൽ ഒരു 2 വർഷം 3 വർഷം മുമ്പ് ഇതെടുത്തു. അതായത് വേണമെന്ന് കരുതി ദേഷ്യപ്പെട്ട് അതിനെ നശിപ്പിച്ചു. അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടല്ലേ. ക്ഷമ ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് വരെയും ആ യൂട്രസ് പോയി എന്റെ ബുദ്ധിമുട്ടുകൾ പലതും എനിക്കുണ്ട്. എന്റെ ഒരു ശൂന്യം പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ
ഇപ്പം ഒരു 3 മാസമായിട്ട് എനിക്ക് ആ യൂട്രസ് തിരിച്ച് അവിടെ ഇരിക്കുന്നു എന്നൊരു തോന്നല് എനിക്കത് അത്ഭുതമായിട്ടാ തോന്നുന്നേ. തിരിച്ചറിവ് എനിക്ക് ഉണ്ട്, ആ ആള് അകത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു മാറ്റമല്ലേ. അതുപോലെ തന്നെ എനിക്ക് പുറത്തുവേദന ഒരു 35, മൂത്ത മോന് 36 വയസ്സുണ്ട്, 35 വയസ്സുണ്ട്, 35 വർഷമായിട്ട് തുടങ്ങിയ പുറത്തുവേദന ഈ വലത് സൈഡില്. ഇപ്പം മെഡിറ്റേഷൻ ചെയ്ത് ആദ്യം ഞാൻ ഇരുന്ന സമയത്ത് എനിക്കിത് 41 ദിവസത്തെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ 40 ദിവസവും ശക്തമായ പുറത്തുവേദന കൂടി വന്നു. 39 ദിവസമൊക്കെ ആയപ്പോ ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് എനിക്കിതും കൊണ്ടും മാറത്തില്ല, നിരാശയായി. പക്ഷെ എന്നാലും 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, 40ാമത്തെ ദിവസം വല്ലതും അങ്ങ് മാറി. അതാണ് പറയണത്, ധ്യാനം ചെയ്യുന്ന പുതിയ ആൾക്കാർ മിനിമം 41 ഡേയ്സ് ഒരു സിറ്റിംഗിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ആ മാറ്റത്തിന്റെ ഇതായിട്ട് അറിയാൻ പറ്റും, മാറ്റം അറിയാൻ പറ്റും. അങ്ങനെ ഞാന് പിന്നെ ഇരുന്നു. പിന്നെ അത് കുറെ നാളായിട്ടില്ലാതിരിക്കുക. ഇപ്പം ഞാൻ കുറച്ച് മോള് പ്രഗ്നന്റ് ഒക്കെ ആയി പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞാൻ നല്ല ശക്തമായിട്ട് തന്നെ വീണ്ടും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം ഭയങ്കരമായിട്ട് പുറത്തുവേദന വന്നു. അപ്പം എന്റെ കാരണം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അവസാനം ഞാൻ ക്ഷമാപണ ധ്യാനം ചെയ്തു. അപ്പം ധ്യാനത്തിലിരുന്നപ്പോൾ ഒരു 5 ദിവസം മുമ്പെയാണ് ക്ഷമാപണ ധ്യാനം ചെയ്യാലോ, ഞാൻ ചെയ്ത തെറ്റല്ലേ എനിക്ക് ഇത്രയുമായിട്ടും ഈ വേദന മാറാത്തത് എന്ന് കരുതി ഞാൻ ക്ഷമാപണ ധ്യാനം ചെയ്ത് ശക്തമായ വേദന സഹിച്ചിരിക്കുമ്പോൾ ഞാനിത് ചെയ്ത് ഞാൻ മുട്ട നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ ആരെയോ ചവിട്ടി ഈ 2 കാലം കൊണ്ട് ആ പുറത്ത് അമർത്തിയതാണെന്ന് എനിക്ക് ഉറപ്പായി. ആ ക്ഷമാപണ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോ മാറിയ പുറത്തുവേദന ഇന്ന് 5-6 ദിവസമായിട്ട് എനിക്കില്ല. അതിനുശേഷം കാരണം അപ്പോഴും ധ്യാനം ചെയ്യുമ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് വരും, അപ്പൊ ഞാൻ വീണ്ടും ക്ഷമ പറയും. അപ്പൊ അത് ആ സെക്കൻഡിലെ മാറും. അപ്പം എന്റെ ഹസ്ബൻഡ് പറയും, ഇതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ്. ഞാൻ പറഞ്ഞു, ഒന്നും എന്റെ ശശിയേട്ടൻ അറിയാമല്ലോ, ഞാൻ ശശിയേട്ടൻ കൈ പിടിച്ചുകൊണ്ട് വന്ന അന്ന് രാത്രി മുതൽ തുടങ്ങിയതല്ലേ. എല്ലാവരും മരണം ആകുമ്പോഴാ ജീർണിച്ച ദേഹം ഉപേക്ഷിക്കുക, പക്ഷെ ഞാൻ ജനിച്ചത് ജീർണിച്ച ദേഹവുമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം. ഞാന് എന്റെ കുഞ്ഞിനെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പേരക്കുട്ടി അവിടെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്ന മാതിരിയൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. സീമാജിയോട് എത്ര നന്ദി പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു സീമാജിയെയും കുടുംബത്തെയും. ഞാൻ സീമാജിയെ വിളിച്ചിട്ടില്ല, കാരണം തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട് എന്നാലും സുഭാഷിയെ വിളിച്ചിരുന്നു. നമ്മളെ വിളിക്കാന് അതെല്ലാം കോൾ ഫോർവേഡ് ആണ്. എന്റെ നമ്പറിലേക്കാണ് നിങ്ങൾ എല്ലാരും വിളിക്കുന്നത്, പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ സീമാജിയുടെ കൈ വയ്യാതിരുന്ന സമയത്ത് അതും പറയണമല്ലോ, 2 തവണ സീമാജി എന്റെ അടുത്ത് വന്ന് നിന്ന് സ്വപ്നത്തിൽ കണ്ടു. അത് അത്രമാത്രം എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങനെ അത്രയും പറഞ്ഞറിയിക്കാൻ വയ്യ, ഒരാളടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്ന മാതിരി എനിക്ക് അവരുടെ അനുഭവം. അങ്ങനെ പല അനുഭവങ്ങളും ഭഗവാൻ. ഞാൻ 2 പ്രാവശ്യം വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരില്ലേ മെസ്സേജ്, അറിയില്ല. കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കിപ്പം അതിനുള്ള ഇതില്ല. എന്നാലും ഞാൻ ആരോടെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ വെജിറ്റേറിയൻ ആകുന്നതൊക്കെയാണ്. പക്ഷെ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്, എല്ലാവരും ധ്യാനം ചെയ്യണം. നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും, നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ട്, നമ്മുടെ തലമുറയും അത് കണ്ട് വളരണം. ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. അതൊക്കെ നമുക്ക് വായുടെ രുചി മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. എനിക്ക് നന്ദി. താങ്ക് യു ശൈലജമ്മ, ലവ് യു. ഓക്കെ, ഒരുപാട് പേരിൽ പരിവർത്തനം ഉണ്ടാകട്ടെ ഈ വീഡിയോ. താങ്ക് യു മാ.